നമസ്കാരം. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1ാമത്തെ യൂണിറ്റ് യൂറോപ്പ് പരിവർത്തന പാതയിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടു കാണും. നമ്മൾ ആ പാഠഭാഗത്തിലൂടെ 1-2 പ്രാവശ്യം കടന്നുപോയി കാണും. നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ആ പാഠഭാഗമായി ഒന്ന് പരിചയപ്പെടുകയാണ്. നമുക്ക് ആദ്യം പാഠഭാഗത്തിലൊരു ചിത്രം കാണാം. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഒരു ചരിത്ര സ്മാരകത്തിൻ്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. ആ ചിത്രത്തിന് തൊട്ട് താഴെ ഹഗിയ സോഫിയ എന്ന ചരിത്ര സ്മാരകത്തെക്കുറിച്ചുള്ള ഒരു വിവരണം കാണാം. ആ വിവരണം നിങ്ങളൊന്ന് വായിക്കുക. ഡിജിറ്റൽ പാഠപുസ്തകം ഉള്ളവർക്ക് പാഠപുസ്തകത്തിലെ ആ വിവരണം വായിക്കാം. ഞാനൊന്ന് വായിക്കാമത്. ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ സ്മാരകം AD 6ാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തിയിരിക്കുന്നു. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായ ഹഗിയ സോഫിയയെ പോലെ നിരവധി ചരിത്ര ശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് പരിചിതമാണ്. നമ്മൾ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന പല സന്ദർഭങ്ങളിലും, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു, വൻകരകളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ വിവിധ വൻകരകളെക്കുറിച്ച് പഠിച്ച സമയത്ത് യൂറോപ്പ് വൻകരയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അവിടുത്തെ യൂറോപ്പിൻ്റെ അതിർത്തിയിലുള്ള മറ്റ് വൻകരകൾ, അതിലതിർത്തിയിലുള്ള സമുദ്രങ്ങൾ, ഇവയെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉബുണ്ടു എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ മാർബിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതെടുത്തിട്ട് സൂം ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വേൾഡിൻ്റെ മാപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വേൾഡിൻ്റെ മാപ്പിൽ ഈ ഹഗിയ സോഫിയയും അതോടൊപ്പം തന്നെ കോൺസ്റ്റാന്റിനോപ്പിളും എവിടെയാണെന്നൊന്ന് കണ്ടെത്താൻ കഴിയുമോ? പാഠപുസ്തകത്തിൽ ആ പ്രദേശം മാത്രം എടുത്ത് ഒരു മാപ്പ് നിങ്ങൾക്ക് കണ്ടായിരുന്നോ? ആ മാപ്പിനകത്ത് ഒരു ചുമന്ന ഡോട്ട് കാണാം. ആ ഡോട്ട് ഇട്ടിരിക്കുന്ന സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ആ സ്ഥലം നിങ്ങൾ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ യൂറോപ്പിൻ്റെ മാപ്പിൽ എവിടെയായിട്ടാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വരുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം. എന്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകത? കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് അറബികൾ ഇന്ത്യയുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു നമുക്കറിയാം. അവരിവിടെ നിന്ന് കരമാർഗം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ചരക്കുകൾ കൊണ്ടുപോയി ഗൾഫ് രാജ്യങ്ങളിലെത്തുകയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വീണ്ടും യാത്ര ചെയ്ത് യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു കരമാർഗം ഉണ്ടായിരുന്നു. ആ കരമാർഗത്തിൻ്റെ വഴിയിലുള്ള ഒരു സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കി. എന്നാണ് കീഴടക്കിയത്? 1453. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ ഇവരുടെ വഴിക്കൊരു തടസ്സം വന്നു. അറബികൾക്ക് യൂറോപ്പിലേക്ക് പോയി വാണിജ്യം നടത്താനുള്ള ആ മാർഗത്തിന് തടസ്സം വന്നു. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും. അവിടെയുള്ള ആളുകളെല്ലാം വിവിധ സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യും.
അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ. മാത്രമല്ല പണ്ഡിതന്മാരും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രവേശന കവാടം കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെയുള്ള കോൺസ്റ്റാന്റിനോപ്പിളാണ് തുർക്കികളാൽ 1453 ആക്രമിക്കപ്പെട്ടത്. അങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും അവിടെ നിന്നുള്ള പണ്ഡിതന്മാരും കലാകാരന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ആ സ്ഥലത്തു നിന്ന് പലായനം ചെയ്തു. അപ്പോൾ അവർക്ക് ഏക ആശ്രയമായി തോന്നിയത് വേറൊരു സ്ഥലമാണ്. ആ സ്ഥലം ഇറ്റലിയായിരുന്നു. അപ്പോൾ ഇറ്റലിയിലേക്ക് ഇവരെല്ലാം കൂടെ കൂട്ടമായി പോയപ്പോൾ നമുക്ക് ഒരു സംശയം അവിടെ ഉണ്ടാവും. വേറെ എന്തെല്ലാം രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളിലേക്കൊന്നും ഇവർ പോയില്ല. പകരം ഇറ്റലിയിലേക്കാണ് പോയത്. ആ ഇറ്റലിയിലേക്ക് പോകാൻ എന്തായിരിക്കും കാരണം? അപ്പോൾ ഇറ്റലിയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ അവിടേക്ക് ആകർഷിച്ചത്? നമുക്കൊന്ന് പരിശോധിച്ചാലോ. അപ്പോൾ ഇറ്റലി എന്ന് പറയുന്നത് പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേർന്ന ഒരു രാജ്യമായിരുന്നു. മറ്റൊന്ന്, ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയൊക്കെ നന്നായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവിടുത്തെ സമ്പന്നരായ വ്യാപാരികൾ നല്ല താല്പര്യം പുലർത്തിയിരുന്നു. അപ്പം തങ്ങൾ ഒരു രാജ്യത്തു നിന്ന് നിഷ്കാസിതരായി പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഏറ്റവും അഭയം കിട്ടുമെന്ന് തോന്നിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇറ്റലി ആയിരുന്നു. ആ സ്ഥലത്തേക്ക് അവർ എത്തിച്ചേർന്നു. അങ്ങനെ ഇറ്റലിയിലേക്ക് എത്തിച്ചേർന്ന ആ പണ്ഡിതന്മാരും കലാകാരന്മാരും ചരിത്രകാരന്മാരും അതോടൊപ്പം തന്നെ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അവിടെ പുതിയ ചിന്തകളെ ഉണ്ടാക്കാനുള്ള പരിശ്രമം ആരംഭിച്ചു. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് കുറേയധികം പ്രതിഭകൾ എത്തിച്ചേരുകയാണ്. അവർക്ക് എന്തുണ്ടാവും? പുതിയ ചിന്തകളുണ്ടാവും, ആശയങ്ങൾ പരസ്പരം കൈമാറും. അവർക്ക് പുതിയ ലോകത്തെക്കുറിച്ചുള്ള പല സങ്കല്പങ്ങളും അവരുടെ മനസ്സിലേക്ക് വരും. അത്തരത്തിൽ അവർ പലതരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ തന്നെ പുതിയ ഒരു ചിന്ത അവിടെ ഉടലെടുക്കുന്നതിന് കാരണമായി. ഇതിനെയാണ് നമ്മൾ പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത്. എന്താണ് നവോത്ഥാനം? നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൻ്റെ ഏതാണ്ട് പകുതിയോളമായപ്പോൾ കല, സാഹിത്യം, ചരിത്രം എന്നിവയെല്ലാം മതപരമായ ആശയങ്ങളിൽ കേന്ദ്രീകൃതമായിരുന്നു. ഈ മതപരമായ ആശയങ്ങളിൽ കേന്ദ്രീകൃതമായിരുന്ന ഇവ സാധാരണ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. അന്ന് യൂറോപ്പിലെ പണ്ഡിത ഭാഷയായി കണക്കാക്കപ്പെട്ടിരുന്നത് ഗ്രീക്ക് ലാറ്റിനുമായിരുന്നു. ലത്തീൻ ഭാഷയും ഗ്രീക്ക് ഭാഷയുമായിരുന്നു പണ്ഡിത ഭാഷയായി സങ്കല്പിച്ചിരുന്നത്. ഈ ഭാഷകളിലെ കൃതികളായിരുന്നു അന്ന് ധാരാളമായി ഉണ്ടായിരുന്നത്. എന്നാൽ 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി ഈ ഭാഷയെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടുത്തെ പ്രാദേശിക ഭാഷയായ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. നമുക്കറിയാം, കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയും. ഒരു കാലഘട്ടം നമുക്ക് ഈ 18 കവികൾ നമുക്ക് കേട്ടിട്ടുണ്ട്. 18 കവികൾ, 18 സംസ്കൃത കവികളും ഒരു മലയാള കവിയും കൂടെ ചേർന്നതാണ് 18 കവികൾ. മലയാള കവിക്ക് അന്ന് അരക്കവിയുടെ സ്ഥാനമേ നൽകിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്താണ് മലയാളത്തിൽ കാവ്യങ്ങൾ എഴുതുന്ന ഒരു കവിയെ അരക്കവിയായി കണക്കാക്കിയത്? അന്നത്തെ പണ്ഡിത ഭാഷ സംസ്കൃതമായിരുന്നു. സംസ്കൃത ഭാഷയിൽ എഴുതുന്ന കവികൾക്കും സാഹിത്യകാരന്മാർക്കും മാത്രമേ സമൂഹത്തിൽ നല്ല സ്ഥാനം കൊടുത്തിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ മലയാള പ്രാദേശിക ഭാഷയിൽ എഴുതുന്നവരെ രണ്ടാംതരം പൗരന്മാരായിട്ടാണ് ഗണിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഉപരിവർഗത്തിൻ്റെ, വരേണ്യവർഗത്തിൻ്റെ ഭാഷയായി സംസ്കൃതം മാറിപ്പോയിരുന്നു. നമുക്കറിയാം, കൂത്തു നടത്തിക്കൊണ്ടിരുന്ന ചാക്യാർ, മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോയപ്പോൾ കളിയാക്കുന്നു. കളിയാക്കൽ സഹിക്കാതെ കുഞ്ചൻ നമ്പ്യാർ ഒരു പുതിയ കലാരൂപം ഉണ്ടാക്കി
അതാണ് തുള്ളൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ തുള്ളൽ ചാക്യാർ കൂത്ത് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്തിനടുത്ത് തന്നെ പുതിയൊരു കലാരൂപം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവിടേക്ക് ആളുകളുടെ പ്രവാഹം ഉണ്ടായി. എന്തായിരിക്കും കാരണം? സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ സാധാരണക്കാരുടെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് കഥകളും പാട്ടുകളും തയ്യാറാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ചാക്യാർ കൂത്ത് വിട്ടിട്ട് പകരം തുള്ളൽ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ കൂടിപ്പോയത്. ഇതേ സാഹചര്യം തന്നെയാണ് എവിടെ ഉണ്ടായത്? യൂറോപ്പിലുണ്ടായത്. യൂറോപ്പിലെ പണ്ഡിത ഭാഷയായ ഗ്രീക്ക്, ലാറ്റിൻ എന്നീ ഭാഷകൾക്ക് പകരം ഏത് ഭാഷയിലേക്ക് വരുന്നു? പ്രാദേശിക ഭാഷകളായ സ്പാനിഷ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ കാവ്യങ്ങൾ രചിക്കാൻ തുടങ്ങുന്നു. ഇതൊരു മാറ്റമായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ അതുവരെ ഉണ്ടായിരുന്ന കൃതികളിലെ സാഹിത്യകൃതികളുടെ പ്രമേയം മതപരമായ ആശയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. ദൈവങ്ങളെക്കുറിച്ചും അതോടൊപ്പം മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രമേയങ്ങളാണ് അതുവരെ സാഹിത്യകൃതികളിൽ ഉണ്ടായിരുന്നതെങ്കിൽ 13-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പ്രമേയമാക്കിക്കൊണ്ടുള്ള സാഹിത്യകൃതികൾ ഉണ്ടാവുകയാണ്. ഇതൊരു വലിയ മാറ്റമാണ്. ഭാഷയും സാഹിത്യവുമൊക്കെ സാധാരണ ജനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു തലത്തിലേക്ക് അത് മാറി. യൂറോപ്പില് നവോത്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമായ സാഹചര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുവരെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള വീക്ഷണം, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് സാഹിത്യകൃതികളുടെ കാര്യമാണ്. പ്രപഞ്ചത്തെ കുറിച്ചുള്ള വീക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ പല വ്യത്യാസങ്ങളുണ്ടായി. അതെന്താണ്? അതുവരെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാണ് എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. ഭൂമി കേന്ദ്രിതമായ ഒരു പ്രപഞ്ചമാണ് അന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ ഭൂമി കേന്ദ്രിതമായ അത് വരാനുള്ള കാരണം, ഭൂമി വലിയൊരു ഗോളമാണ് ഭൂമിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഭൂമിയിൽ നിൽക്കുന്ന ആളിനെ ഭൂമി ഒരു വലിയ ഗോളമായിരിക്കുകയും ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ചെറിയ ഗോളങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് അസ്തമിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് അന്നത്തെ ആളുകൾ കണ്ടത്. സ്വാഭാവികമായും ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ഗോളങ്ങളായിട്ടേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ ആ കാലഘട്ടത്തിൽ. അപ്പൊ ആ കാലഘട്ടത്തിലെ ചിന്തയനുസരിച്ച് ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രവും ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ആകാശഗോളങ്ങൾ, സൂര്യൻ ഉൾപ്പെടെയുള്ള ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഗോളങ്ങൾ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ധാരണയ്ക്ക് മാറ്റം വന്നത് കോപ്പർനിക്കസിന്റെ ഒരു സിദ്ധാന്തമാണ്, സൗരയൂഥ സിദ്ധാന്തം. കോപ്പർനിക്കസിന്റെ സൗരയൂഥ സിദ്ധാന്തത്തിൽ ഭൂമിയല്ല പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് സ്ഥാപിച്ചു. പക്ഷേ സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആശയങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഈ ആശയത്തെ വേറൊരു ശാസ്ത്രജ്ഞൻ തന്റെ കണ്ടുപിടുത്തത്തിന്റെ അല്ലെങ്കിൽ ദൂരദർശിനി എന്ന് പറയുന്ന ഒരു ഉപകരണത്തെ കുറിച്ച് കേട്ടറിഞ്ഞ ആ ശാസ്ത്രജ്ഞൻ, ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, ആ ദൂരദർശിനി എന്ന് പറയുന്ന ഉപകരണം പരിഷ്കരിച്ചിട്ട് ആകാശത്തേക്ക് തിരിച്ചു വെച്ചു. ആകാശത്തേക്ക് തിരിച്ചു വെച്ചപ്പോ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ ദൂരദർശിനിയിലൂടെ കണ്ടെത്താൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണ്. സൂര്യനെയാണ് ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ചുറ്റിക്കറങ്ങുന്നതെന്നുള്ള സങ്കല്പം അദ്ദേഹം അവതരിപ്പിച്ചു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് സ്ഥാപിച്ചു. ഇതും നവോത്ഥാനത്തിന് ആക്കം കൂട്ടിയ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ഇതേ സമയത്ത് തന്നെ നവോത്ഥാനം സാഹിത്യത്തിൽ പല മാറ്റങ്ങളും വരുത്തി. സാഹിത്യകൃതി അതുവരെ ഉണ്ടാകുന്ന സാഹിത്യം, ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരനായിരുന്നു പെട്രാർക്ക്. അദ്ദേഹം ജീവിച്ചിരുന്നത് 1304-നും 1374-നും ഇടയിലാണ്. ഈ പെട്രാർക്കിനെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യകൃതികളിലെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന്റെ പ്രമേയങ്ങൾ വിഷയങ്ങളാക്കിക്കൊണ്ടുള്ള സാഹിത്യ സൃഷ്ടികൾ നടത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരുടെ ചില ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ പെട്രാർക്കിന്റെ ചിത്രം കാണാം. ഈ ചിത്രങ്ങളും അവരെഴുതിയ പുസ്തകങ്ങളും നിങ്ങൾക്ക് കാണാം.
അത് തിരിച്ചറിയാൻ കഴിയണം. ഓരോ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ദാന്തയുടെ ചിത്രം കാണാം. അതോടൊപ്പം ഡെക്കാമറൻ കഥകൾ എഴുതിയ ബൊക്കാച്ചിയുടെ ചിത്രം കാണാം. അതുപോലെ ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന കഥ എഴുതിയ സെർവാന്തയെ കാണാം. അതുപോലെ ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ഇറാസ്മസിന്റെ ചിത്രം കാണാം. ഇവരെല്ലാം ആ കാലഘട്ടത്തിൽ നവോത്ഥാനത്തിന്റെ ശക്തിപ്പെടുത്തലിന് പ്രധാനമായ വിഷയങ്ങൾ, സാഹിത്യകൃതികൾ, സംഭാവനകൾ ചെയ്ത സാഹിത്യകാരന്മാരാണ്. അങ്ങനെ നമുക്കൊരു ഫോമാറ്റ് തന്നാൽ ആ ഫോമാറ്റ് അത് പട്ടിക പൂർത്തിയാക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുക. ഒരു കോളത്തിൽ സാഹിത്യകാരന്മാർ, അടുത്ത കോളത്തിൽ അവരെഴുതിയ പുസ്തകം. ആ പട്ടിക നിങ്ങളത് പൂർത്തിയാക്കാൻ കഴിയണം. ഇനി ഇനി നവോത്ഥാന കാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കലയിലുള്ള. നമുക്ക് ചില ചിത്രങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് തിരുവത്താഴത്തിന്റെ ചിത്രം, അല്ലെ അവസാനത്തെ അത്താഴത്തിന്റെ ചിത്രങ്ങളുണ്ട്. ആരാണത് വരച്ചതെന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണ് അവസാനത്തെ അത്താഴം. എന്താ ഈ ചിത്രത്തിന്റെ പ്രത്യേകത? ഈ ചിത്രം വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ്. ഈ ചിത്രം ഈ അടുത്ത കാലത്ത് ചിത്രത്തെ അടിസ്ഥാനമാക്കി ഒരു പുസ്തകം തന്നെ രചിക്കപ്പെട്ടു. ആ പുസ്തകത്തിന്റെ പേര് ഡാവിഞ്ചി കോഡ് എന്നാണ്. ആരാണ് അത് രചിച്ചതെന്ന് അറിയാമോ? അത് രചിച്ചിരിക്കുന്നത് ഡാൻ ബ്രൗൺ ആണ്. ഡാൻ ബ്രൗൺ രചിച്ച ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന പുസ്തകം. മാത്രമല്ല, പുസ്തകം രചിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഈ പുസ്തകം. അതോടൊപ്പം ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒരു സിനിമയിറങ്ങി. ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന ആ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട്. അത്ര പ്രസിദ്ധമായ പുസ്തകമാണ് അവസാനത്തെ അത്താഴം എന്ന് പറയുന്ന ചിത്രം. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിന്റെ ലിയനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് പറഞ്ഞപ്പോ ഡാവിഞ്ചിയുടെ തന്നെ മറ്റൊരു ചിത്രം നമുക്ക് പരിചയപ്പെടാം. ആ ചിത്രമാണ് മൊണാലിസ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഈ ചിത്രം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം കൂടിയാണ്. ചില സമയത്ത് മൊണാലിസയെ നോക്കിയാൽ നമുക്ക് തോന്നും മൊണാലിസ പുഞ്ചിരിക്കുന്നു എന്ന് തോന്നും. ചില സമയത്ത് മൊണാലിസയെ നോക്കിയാൽ നമുക്ക് തോന്നും ഒരു ഉള്ളിലെന്തോ ഒരു സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിൽ ഇരിക്കാൻ നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ നിഗൂഢമായ ഒരു ചിരി ഒളിപ്പിച്ചു വെച്ച മൊണാലിസ എന്ന് പറയുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ചിത്രം നിങ്ങൾ പല സന്ദർഭങ്ങളിലും കണ്ടുക. അപ്പൊ ആ ചിത്രവുമായി അവസാനത്തെ അത്താഴം എന്ന് പറയുന്ന ചിത്രവും മൊണാലിസ എന്ന് പറയുന്ന ചിത്രവും രചിച്ചത് ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന കലാകാരനാണ്. അതുപോലെ തന്നെ മറ്റ് ചില കലാകാരന്മാരെ കുറിച്ചുള്ള പരാമർശങ്ങളുടെ പാഠപുസ്തകത്തിൽ കാണാം. അതൊന്ന് മൈക്കലാഞ്ചലോയുടെ പ്രസിദ്ധമായ ചിത്രമാണ് അന്തിരി. സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ചിത്രം കാണാം. അതോടൊപ്പം തന്നെ റാഫേലിന്റെ ഏതൻസിലെ വിദ്യാലയം എന്ന് പറയുന്ന ആ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ്. ഇപ്പൊ നവോത്ഥാന കാലഘട്ടത്തിൽ ചിത്രകാരന്മാർ തങ്ങളുടെ ചിത്രങ്ങളിലൂടെ അവരെ മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശം വിളിച്ചറിയിക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ചിത്രകലയിൽ മാത്രമല്ല മാറ്റം ഉണ്ടായത്, അതോടൊപ്പം തന്നെ ശില്പകലയിൽ അല്ലെങ്കിൽ വാസ്തുവിദ്യയിലും നല്ല മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കലാകാരൻ എന്ന് പറയുന്നത് ലോറൻസോ ഗിബർട്ടിയുടെ ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ എന്ന് പറയുന്ന ഒരു വാസ്തുവിദ്യ ചിത്രവും. മറ്റൊന്ന് ഡൊനാറ്റലോയുടെ ഗട്ടാമെലിത്ത എന്ന് പറയുന്ന ഒരു ശില്പത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഈ ചിത്രങ്ങൾ, അവരുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ ചിത്രങ്ങളും അവരുടെ പേരുകളും നന്നായി മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നവോത്ഥാന കാലഘട്ടത്തിലെ കലാകാരന്മാർ, നവോത്ഥാന കാലഘട്ടത്തിലെ കലാസൃഷ്ടികൾ, നവോത്ഥാന കാലഘട്ടത്തിലെ ആ കലാസൃഷ്ടികളുടെ മേഖല ഏതാണ് എന്ന് തിരിച്ചുകൊണ്ട് ഒരു 3 കോളങ്ങളുള്ള ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആ ഫോമാറ്റ് ഒക്കെ പൂർത്തിയാക്കി നോട്ട്ബുക്കിൽ വെക്കുക.
അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന കാലത്തെ മാറ്റത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നവോത്ഥാനം ശാസ്ത്രത്തിൽ. നമുക്ക് നേരത്തെ പറഞ്ഞു സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നുള്ള ആശയം പ്രചരിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അത് വ്യാപകമായത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്നുള്ള കാഴ്ചപ്പാട് ആളുകളുടെ ഇടയിലേക്ക് വന്നത്. അതിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ പങ്കുണ്ട്. പക്ഷെ ചില ശാസ്ത്രജ്ഞന്മാര് അതിന്റെ പേരിൽ തന്റെ ജീവൻ പോലും ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ആശയം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ. ഇപ്പൊ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ മറ്റു ചില കണ്ടുപിടുത്തങ്ങളെ അതിന് കൂടെ ശാസ്ത്രജ്ഞന്മാർ പോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് അച്ചടി എന്നത്. നമുക്കറിയാം ഇന്ന് പുസ്തകത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് നമുക്കറിയാം. പുസ്തകം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ താളിയോലയിലും ശിലയിലും അതുപോലെ മറ്റ് പല കളിമണ്ണിലും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന ഭാഷ പുസ്തകത്തിലേക്ക് മാറിയപ്പോ വിപ്ലവകരമായ ഒരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അതിന്റെ കാരണം അച്ചടിയന്ത്രമാണ്. അച്ചടിയന്ത്രം വരുന്നതിന് മുമ്പ് ഒരു ആശയം ഒരു രാജ്യത്തുണ്ടായാൽ ആ ആശയം ആരുടെ മനസ്സിലാണോ ആശയം ഉണ്ടായത് ആ ആശയമുണ്ടായ ആൾ നടന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണമാണ്. പക്ഷേ പുസ്തകം രചിക്കപ്പെട്ടപ്പോൾ, പുസ്തകത്തിൽ അച്ചടിയന്ത്രത്തിലൂടെ പുസ്തകം രൂപപ്പെട്ടപ്പോൾ ആ പുസ്തകം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോപ്പികൾ അച്ചടിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതാണ്. അപ്പോൾ അറിവിന്റെ വ്യാപനം പുസ്തകങ്ങളിലൂടെയാണ് പ്രാപ്യമായത്. നോക്കൂ, നിങ്ങൾ ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ബൈബിൾ പ്രചരണത്തിന് വേണ്ടിയാണ് മതപ്രചരണത്തിനാണ് ഉപയോഗിച്ചതെങ്കിലും പതിനായിരക്കണക്കിന് ബൈബിളിന്റെ കോപ്പികൾ വിവിധ രാജ്യങ്ങളിൽ അച്ചടിച്ച് വിതരണം ചെയ്ത് മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചത് അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്ര ആശയങ്ങൾ, ധാരാളം ശാസ്ത്രപരമായ ആശയങ്ങൾ ആ പുസ്തക രൂപത്തിൽ രചിക്കപ്പെട്ടത് ആ കാലഘട്ടത്തിൽ. ആ പുസ്തകം അവിടെ മാത്രമല്ല നിൽക്കുന്നത്. രാജ്യത്തുണ്ടായ ഒരു പുസ്തകം അതിന്റെ അറിവ് ആ രാജ്യത്ത് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുകയല്ല ചെയ്തത്. വിവിധ രാജ്യങ്ങളിലേക്ക് അതിന്റെ ആശയം കടന്നു പോകാനുള്ള ഒരു വഴി തുറന്നത് പുസ്തകം അച്ചടിച്ചതിലൂടെയാണ്. അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം വലിയ ഒരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക. അച്ചടിയന്ത്രത്തിന്റെ ചിത്രവും അതോടൊപ്പം തന്നെ ഗുട്ടൻബർഗിന്റെ ചിത്രവും നമുക്ക് സ്ക്രീനിൽ കാണാം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അച്ചടിയുടെ കഥ എന്ന് പറഞ്ഞിട്ടൊരു വിവരണം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ആ വിവരണവും നന്നായി വായിച്ച് മനസ്സിലാക്കുക. അപ്പം ഇനി അടുത്ത ഒരു മാറ്റം നമ്മൾ കാണാൻ പോകുന്നത് മതത്തിൽ വന്ന മാറ്റം, മതനവീകരണം എന്ന് പറയുന്ന മാറ്റം. എന്താണ് മതം? ആ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ പാതിരിമാരുടെയും സംഘടിത മതത്തിന്റെയും ഒക്കെ ആശയങ്ങൾ വളരെ പ്രബലമായി സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. മതം പറയുന്നതാണ് സത്യം, വേറെ ഒന്നും സത്യമല്ല എന്നുള്ള ഒരു കാലഘട്ടം. ഭൂമി പരന്നതാണെന്നാണ് മതം പറയുന്നതെങ്കിൽ അത് അതുപോലെ തന്നെ പറഞ്ഞോണം, വിശ്വസിച്ചോണം. ഇതിനപ്പുറം വേറൊരു ചിന്ത അനുവദിക്കത്തില്ല. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മതത്തിലുള്ളവർ തന്നെ, പാതിരിമാർ തന്നെ മതനവീകരണത്തിന് വേണ്ടി തുടങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതറായിരുന്നു. എവിടെയാണ് മതനവീകരണം ആരംഭിച്ചത്? ജർമ്മനിയിലാണ് ആരംഭിച്ചത്. അപ്പൊ മാർട്ടിൻ ലൂതർ മാത്രമല്ല, മറ്റ് കുറച്ച് പാതിരിമാരും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ ചേർന്ന് മതത്തിന്റെ തെറ്റായ യാഥാസ്ഥിതികമായ മനോഭാവത്തിനെതിരെ സമൂഹിച്ചു. അതിന്റെ ഫലമായിട്ട് മതപരമായ ആശയങ്ങൾക്ക് ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഈ ശാസ്ത്രീയമായ ചിന്ത, യുക്തിചിന്ത, അതോടൊപ്പം നിരീക്ഷണ പാഠവം, ഓരോന്നിന്റെ അപ്പുറം എന്താണെന്നുള്ള ആകാംക്ഷഭരിതമായ നോട്ടം. ഇപ്പൊ കടല്, സമുദ്രം കാണുന്നു. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്, അല്ലെ? ഈ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ സമുദ്രം കടന്നുപോയാൽ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? സമുദ്ര സഞ്ചാരത്തെ കുറിച്ചാണ്. സാഹസികരായ യൂറോപ്യൻ നാവികർ പടക്ക് നോക്കി യന്ത്രത്തിന്റെയും മറ്റ് സഹായത്തോടു കൂടി സമുദ്രത്തിനപ്പുറം എന്താണ് എന്നുള്ള ചിന്തയിലേക്ക് കടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സാഹസികരായി മറ്റ് രാജ്യങ്ങളിലെ തേടിപ്പോയത്. നമുക്കറിയാം, ഒരു കാരണം കൂടെ ഉണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ആ വഴിയുള്ള കച്ചവട ബന്ധത്തിന് തടസ്സം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കടൽ വഴിയുള്ള ഒരു പുതിയ മാർഗം സ്വീകരിക്കണം എന്ന് നാവികന്മാർ നിശ്ചയിക്കുകയും സാഹസികരായ നാവികർ സമുദ്ര സഞ്ചാരത്തിലൂടെ പുതിയ പാത കണ്ടെത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1492 കൊളംബസ്
അറ്റ്ലാന്റിക് സമുദ്രം കടന്ന്, സാധാരണ അറ്റ്ലാന്റിക് സമുദ്രം കടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, പ്രക്ഷുബ്ധമായ സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് അപ്പുറത്തെ ഒരു ദ്വീപിലെത്തി. ആരന്വേഷിച്ചാണ് പോയത്? പെപ്പർ അന്വേഷിച്ചാണ് പോയത്, കുരുമുളക്. ഇന്ത്യയിൽ നിന്ന് ധാരാളമായി കുരുമുളക് അറബികൾ യൂറോപ്പിൽ എത്തിച്ചിട്ടുള്ളതിൻ്റെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുരുമുളക് തേടി കൊളംബസ് യാത്ര ചെയ്തു. അങ്ങനെ ചെന്ന് എത്തപ്പെട്ടത് തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയുടെ ഇടയിലുള്ള ദ്വീപിലാണ്. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആദിമ നിവാസികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് കുരുമുളക് കൊണ്ടുവരാനാണ്. പക്ഷെ അവിടെ കുരുമുളകില്ലായിരുന്നു, അവർ കൊടുത്തത് ചില്ലിയായിരുന്നു. അപ്പോൾ താൻ എത്തിയ സ്ഥലം ഇന്ത്യയല്ല എന്ന് കൊളംബസ് തിരിച്ചറിയുകയാണ്. പക്ഷേ പിന്നീടൊരു യാത്ര നടന്നു. പിന്നീടത്തെ യാത്ര എന്ന് പറഞ്ഞാൽ 1498 വാസ്കോഡഗാമ എന്ന് പറയുന്ന നാവികൻ ഇന്ത്യയിലേക്ക് വരാനായി പല ശ്രമങ്ങൾ നടത്തിയ അവസാനം ഗുഡ്ഗോപ്പ് മുനമ്പ് ചുറ്റി മഡഗാസ്കർ ദ്വീപിനിടയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുകയും അങ്ങനെ നമ്മുടെ സ്വന്തം നാടായ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുകയും ചെയ്തു. അത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഇന്ത്യയുടെ ഒരു 350 വർഷം ഇന്ത്യയുടെ ചരിത്രം ഈ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സമുദ്ര മാർഗങ്ങൾ തേടിയുള്ള യാത്രയ്ക്ക് പ്രചോദനമായത് നവോത്ഥാനത്തിൻ്റെ ആശയങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേറെ ചില കണ്ടുപിടുത്തങ്ങളുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അന്നൊരു ഇംഗ്ലണ്ട് കേന്ദ്രീകരിച്ച് പുതിയ ചില കണ്ടുപിടുത്തങ്ങളുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. ആ ചില ചിത്രങ്ങൾ നമ്മൾക്ക് സ്ക്രീനിൽ കാണാം. ആ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചിത്രങ്ങളെല്ലാം അന്നത്തെ കാലത്ത് യൂറോപ്പിൽ പുതുതായി കണ്ടെത്തിയ യന്ത്രങ്ങളാണ്. ഇപ്പോൾ നെയ്ത്ത് യന്ത്രങ്ങൾ, പലതരത്തിലുള്ള നെയ്ത്ത് യന്ത്രങ്ങൾ കണ്ടെത്തി. വസ്ത്രത്തിൻ്റെ നിർമ്മാണം വളരെ വേഗതയിലാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ നെയ്ത്ത് യന്ത്രം, അതുപോലെ തന്നെ ഫ്ലൈയിങ് ഷട്ടില്, സ്പിന്നിങ് ജെന്നി, ആവിയന്ത്രം, ലോക്കോമോട്ടീവ് തുടങ്ങിയവയെല്ലാം ഈ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച പുതിയ യന്ത്രങ്ങളായിരുന്നു. യന്ത്ര സഹായത്തോടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ എണ്ണം വർദ്ധിച്ചു. തങ്ങളുടെ രാജ്യത്ത് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായി. മാത്രമല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള മനുഷ്യാധ്വാനവും ചെലവും കുറഞ്ഞു യന്ത്രങ്ങളുടെ സഹായത്തോടെ നിർമ്മിച്ചപ്പോൾ. അത്തരത്തിൽ തങ്ങളുടെ രാജ്യത്തെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നതിലും അപ്പുറം ഉൽപ്പന്നങ്ങൾ കുന്നുകൂടിയപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർഗം തേടിയാണ് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത്. ഇതാണ് വ്യവസായ വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയ്ക്കകത്ത് ഒരു കോളത്തിൽ യന്ത്രങ്ങളെന്നും മറ്റൊരു കോളത്തിൽ ഉപയോഗിക്കുന്ന മേഖല എന്നും കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ച് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാൻ കഴിയും, അത് എഴുതുക. നമുക്ക് ഈ നമ്മൾ ഇന്ന് കടന്നുപോയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പോയാലോ? ആദ്യം മുതൽ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? ഹഗിയ സോബിയ എന്നാണ് തുടങ്ങിയത്. ഹഗിയ സോബിയ ഒരു ചരിത്ര സ്മാരകമാണ്. ആ ചരിത്ര സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ ഇതിലേക്കൂടെ കടന്നുപോയി യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരെല്ലാം എത്തിച്ചേർന്നത് ഇറ്റലിയിലായിരുന്നു. ഇറ്റലിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇറ്റലിയുടെ സവിശേഷതകൾ നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ആ ഇറ്റലിയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? അത് 13-ാം നൂറ്റാണ്ടിൽ കലാ, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങളെ കേന്ദ്രീകരിച്ചിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരുടെ കഥകൾ അവർ കൃതികളായി രചിക്കാൻ തുടങ്ങി.
സാഹിത്യകൃതികളിൽ വന്ന മാറ്റം കലാരംഗത്തുണ്ടായി. ചിത്രകലയിലും വാസ്തുവിദ്യയിലുമൊക്കെ മാറ്റങ്ങളുണ്ടായി. കൂടാതെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ, ഉദാഹരണത്തിന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറി, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി. കൂടാതെ യുക്തിചിന്തയും പുരോഗമന ചിന്താഗതിയും ഉണ്ടാകുന്നു. അങ്ങനെ പുതിയ സമുദ്രമാർഗങ്ങൾ തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്രയാവാനുള്ള സാഹസികരായ നാവികർ അതിനുവേണ്ടി മുൻകൈയെടുത്തു. പുതിയ വാണിജ്യ മാർഗങ്ങൾ കണ്ടെത്തി. യന്ത്രങ്ങൾ പലതും നിർമ്മിച്ചു. ആ യന്ത്രങ്ങളിലൂടെ ഉൽപാദനം വർദ്ധിപ്പിച്ചു. ആ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ അവരുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നതിലും അപ്പുറമായപ്പോൾ അവരതിൻ്റെ വിപണികൾ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് യാത്രയായി. ഇതാണ് യൂറോപ്പിലുണ്ടായ വ്യവസായ വിപ്ലവം. നവോത്ഥാനത്തിൽ ആരംഭിച്ച് വ്യവസായ വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിലാണ്. മതനവീകരണം നടന്നത് ജർമ്മനിയിലാണ്. അതേപോലെ നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിലാണ്. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന്, കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഇത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മറ്റൊന്ന്, ഇറ്റലിയിലേക്ക് കുടിയേറിപ്പോകാൻ ശാസ്ത്രജ്ഞന്മാരെയും പണ്ഡിതന്മാരെയും കലാകാരനെയും പ്രേരിപ്പിച്ച കാരണം എന്താണ്? ഇറ്റലിയുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, 13-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ മാനവികത എന്ന കാഴ്ചപ്പാട് ഉയർന്നു വന്നു. ഏത് തരത്തിലുള്ള സാഹചര്യമാണ് മാനവികത ഉയർന്നു വരാൻ കാരണമായത് എന്നുള്ളൊരു ചോദ്യം. അതോടൊപ്പം നവോത്ഥാന സാഹിത്യ രംഗത്ത് ചെലുത്തിയ സ്വാധീനം, നവോത്ഥാനം കലാരംഗത്ത് ചെലുത്തിയ സ്വാധീനം, നവോത്ഥാനം ശാസ്ത്രരംഗത്ത് ചെലുത്തിയ സ്വാധീനം. ഇതും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലേക്ക് നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചില ചോദ്യമാതൃകകളാണ്. മറ്റൊന്ന്, അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം, ശാസ്ത്രരംഗത്തുണ്ടായ അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം അറിവിന്റെ വ്യാപനത്തിന് എങ്ങനെയാണ് സഹായിച്ചത് എന്നുള്ള ഒരു ചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യ മാതൃകകളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ അതിനുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ നോട്ട്ബുക്കുകളിൽ കൃത്യമായി രേഖപ്പെടുത്തി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. എല്ലാവർക്കും ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.